പഞ്ചനക്ഷത്ര ഹോട്ടൽ എന്നൊക്കെ പറഞ്ഞ പോലെ പഞ്ചനക്ഷത്രവും കിടന്ന് സപ്തനക്ഷത്ര ആശുപത്രികളുണ്ടായി. ആശുപത്രിയോട് അനുബന്ധിച്ച് ക്യാൻറ്റീനുള്ളവ, ആശുപത്രിയോട് ചേർന്ന് സിനിമാ തിയേറ്ററുള്ളവയൊക്കെ ഉയർന്നു. അങ്ങനെ പല പല ആശുപത്രികളായി കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് ഇതൊക്കെ ഇത്രയുള്ളൂ എന്ന് മനസ്സിലായി. പിന്നെ ഈ ആശുപത്രികളെക്കുറിച്ച് ഇതുപോലെ കിംവദന്തികൾ പടർന്നു പിടിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഇപ്പോൾ ഇതിൽപ്പെട്ട വേറെ ചില ആശുപത്രികളെക്കുറിച്ച് പരസ്യമായ പരാതികൾ തന്നെ വന്നു തുടങ്ങി. ഈ അവയവമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട് പണ്ട് മുതലേ പരാതിയുണ്ട്. ഉമ്മൻചാണ്ടി ആദ്യം മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് VS അച്യുതാനന്ദനാണ് ഇത് ഏറ്റുപിടിച്ചത്. അന്ന് നമ്മുടെ PC ജോർജും VS അച്യുതാനന്ദനും കൂടി കൂടിയിട്ട് ഇടുക്കി ജില്ലയിൽ പൂമാല എന്ന സ്ഥലത്ത് പോയി. അവിടെ വൃക്ക വിറ്റ ആദിവാസികളെ കണ്ട് ആ വിഷയം കാര്യമായിട്ട് ഉന്നയിച്ചു. പക്ഷേ പിന്നീട് അതിനെക്കുറിച്ച് കാര്യമായ അന്വേഷണം നടത്തുകയോ കുറ്റക്കാരെയോ അല്ലെങ്കിൽ ഇടനിലക്കാരെയോ ഒന്നും ശിക്ഷിക്കുകയൊന്നും ചെയ്തില്ല. അതിന് പകരം നിയമം കർക്കശമാക്കി. അത് പ്രകാരം തൊട്ടടുത്ത ബന്ധുക്കൾക്ക് മാത്രമേ അവയവം കൈമാറ്റം ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന രീതിയിൽ വ്യവസ്ഥ വന്നു. പിന്നെ ഇതിൻ്റെ ഒരു സ്ക്രീനിങ് കമ്മിറ്റി ഏർപ്പെടുത്തി. പിന്നെ സർക്കാരിൽ അപേക്ഷ കൊടുത്ത് നമ്മൾക്ക് പണം വാങ്ങാതെ അവയവം ദാനം ചെയ്യാൻ കഴിവോ പ്രാപ്തിയോ അല്ലെങ്കിൽ സൗജന്യ ബുദ്ധിയോ ഉള്ള ഒരാളെ കണ്ടെത്തി അവയവ ദാതാവിനെ കണ്ടെത്തിയിട്ട് ഈ കമ്മിറ്റിയുടെ അനുവാദത്തോടുകൂടി ശാരീരിക അവയവങ്ങൾ അവരിൽ നിന്ന് കൈപ്പറ്റാം എന്ന രീതിയിൽ ഒരു ഭേദഗതി കൊടുത്തു. ഈ ഭേദഗതി വന്നതോടെ ഈ ദല്ലാളന്മാർക്ക് കോളായി. അവരവയവത്തിൻ്റെ വില ഗണ്യമായിട്ട് വർദ്ധിപ്പിച്ചു. കാരണം ഈ അസുഖം വന്ന് മരിക്കാൻ കിടക്കുന്നവനാണല്ലോ ഇതിന് ആവശ്യക്കാരൻ.